തരാതരം പോലെ മാറ്റാതെ സാറേ. ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ അറ്റയറിനെ കുറിച്ചിട്ട് മാത്രമാണ്. അത് PR ഏജൻസി എഴുതി കൊടുക്കുന്ന ഒരു അറ്റയർ മാത്രമാണ്. സ്വന്തമായ ഒരു നിലപാട് പോലും അതിനകത്ത് ഇല്ലാത്ത ഒരാളാണ്. താൻ മുമ്പോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്സിനെ കുറിച്ചിട്ട് അത്ര പോലും ധാരണയില്ലാത്ത ഒരാളാണ്, സ്ഥിരതയില്ലാത്ത ഒരാളാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു വെച്ചുള്ളൂ. ഇപ്പൊ BJPക്ക് എതിരായിട്ടൊരു നിലപാടെടുക്കുന്നതിനകത്ത് ഇവർ ഒന്നിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? ഇന്ത്യയിൽ ഈ പറയുന്ന മമതാ ബാനർജി ആവട്ടെ, അല്ലെങ്കിൽ അഖിലേഷ് ആവട്ടെ, ലാലു ആവട്ടെ, ആരുമായിക്കൊണ്ട് പോട്ടെ, അവർക്ക് BJPക്ക് എതിരായിട്ടൊരു നിലപാട് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് വരും. അതിനകത്ത് അവർക്ക് മുന്നിൽ കോൺഗ്രസിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം. ഇനി കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇല്ലായിരുന്നു എന്ന് വയ്ക്കുക പാർലമെന്റിനകത്ത്, ഇവരാരും ഈ പറയുന്ന നിലപാട് എടുക്കില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? അവർ തീർച്ചയായിട്ടും അവർക്ക് എടുക്കേണ്ട നിലപാട് എന്താണോ അത് അവരത് എടുത്തു തന്നെ പോകും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അവരെല്ലാവരും വളരെ സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ആണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് നിലപാടെടുക്കണം, എന്ത് നിലപാടെടുക്കണ്ട എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അതിന് കോൺഗ്രസ് ഉണ്ടാവുമോ കോൺഗ്രസ് ഉണ്ടാകില്ലയോ എന്നുള്ളതല്ല. പക്ഷെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളെ ഈ പറയുന്ന പാർട്ടികൾ ടേക്കപ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നുണ്ടോ തയ്യാറാകുന്നില്ലയോ എന്നുള്ളതാണ് വിഷയം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അദാനി എന്ന് പറയുന്ന ഒരു വിഷയം ഡീപ് സ്റ്റേറ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ആ വിഷയവും പൊക്കി പിടിച്ചുകൊണ്ട് കോൺഗ്രസ് വന്നു. എന്നിട്ട് എന്തായി? ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികൾ ആരെങ്കിലും അവർക്കൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സവർക്കറുടെ വിഷയത്തിൽ സവർക്കറുടെ വിഷയം കോൺഗ്രസ് എടുത്ത് ഉയർത്തിക്കൊണ്ടുവരും. അതിന്റെ അകത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് അവർക്കെതിരായിട്ട് സംസാരിക്കുന്നത്. അല്ല, അതാണ് പറയുന്നത്. അപ്പോ BJPക്ക് എതിരായിട്ടുള്ള വിഷയങ്ങളിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ള BJPക്ക് എതിരായ വിഷയങ്ങളിൽ അവർ അവരുടേതായ താല്പര്യം നിലനിർത്തി കൊണ്ടുവരുന്നു. അതിന് രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പ് അവർക്ക് ആവശ്യമില്ല, കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് അവർക്ക് ആവശ്യമില്ല. രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് അവർക്ക് ആവശ്യം വരുന്നത് എപ്പോഴാണ്? നമ്മുടെ മുന്നിൽ നിൽക്കുന്ന, നമ്മളെ നയിക്കുന്ന ഈ മുന്നണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിക്കും ആ പ്രധാനപ്പെട്ട നേതാവിനും വ്യക്തമായിട്ടൊരു നിലപാടും ഒരു സ്റ്റാൻഡും ഉണ്ടെന്നും അവർ BJPയെ തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് പ്രാപ്തരാണെന്നും ഇവർക്ക് തോന്നുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഇവര് കോൺഗ്രസിന് ഒപ്പം നിൽക്കുക എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് അല്ല. BJPക്ക് എതിരായിട്ട് അവരുണ്ടോന്നല്ല, BJPക്ക് എതിരായിട്ട് അവരുണ്ട്. പക്ഷെ കോൺഗ്രസിനൊപ്പം അവരുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. കോൺഗ്രസിനൊപ്പം അവരില്ല. അതിനുള്ള കാരണമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. പിന്നെ ശ്രീകുമാർ സാർ പറഞ്ഞു രാഹുൽ ഗാന്ധി വേഷം ധരിക്കുന്നതിനെ ഞാൻ വിമർശിച്ചു വന്നു. സാറേ, രാഹുൽ ഗാന്ധി വേഷം ധരിച്ചാലും വേഷം ധരിച്ചില്ലെങ്കിലും അതെന്റെ വിഷയമല്ല. ഞാൻ പറഞ്ഞു വെച്ചത് ഇത്രയേ ഉള്ളൂ. രാഹുൽ ഗാന്ധി വേഷവിധാനം പോലും ഈ മാറ്റുന്നത് അദ്ദേഹത്തിന്റെ PR കമ്പനികൾ ഇതാണ് നല്ലത് എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിലേക്ക് സ്വിച്ച് ചെയ്തു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ പിണറായി വിജയൻ PR ഏജൻസി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും പിണറായി വിജയനെ നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരേ വേഷവിധാനമാണ്. നരേന്ദ്രമോദിജിയെ നിങ്ങൾ മുഖ്യമന്ത്രിയായ കാലം മുതൽ പ്രധാനമന്ത്രിയാകുന്ന കാലം വരെയും കാണുന്നത് ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. അമിത്ഷായെ നിങ്ങൾ കാണുന്നത്, രാജീവ് ഗാന്ധിയെ കാണുന്നതിൽ ഇല്ലല്ലോ. നരേന്ദ്രമോദി ഉപയോഗിക്കുന്നത് വളരെ വില കൂടിയ ഡിസൈനർ വസ്ത്രങ്ങളാണ്. അതിന് പ്രത്യേക ഡിസൈനിങ് ടീമുണ്ട്. സ്വന്തം പേരെഴുതിയ വസ്ത്രം ധരിച്ചതിന്റെ തമാശ ഇപ്പോഴും 10 വർഷത്തിന് ശേഷം ചിലപ്പം യുവരാജ് ഗോകുല് മറന്നുപോയിട്ടുണ്ടാവും. പക്ഷെ ഇന്ത്യക്കാർ മറന്നിട്ടില്ല. നരേന്ദ്രമോദി ഉപയോഗിക്കുന്ന വസ്ത്രമാകട്ടെ, അദ്ദേഹത്തിന്റെ കണ്ണാടി ആകട്ടെ, വാച്ച് ആകട്ടെ, അത് അദ്ദേഹത്തിന്റെ കയ്യിലെ കാശ് കൊടുത്ത് മേടിച്ചിടുന്നതാണ്. പക്ഷെ അദ്ദേഹം ഈ പറയുന്ന അറ്റയർ ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റി, അതായത് ഞാൻ പറയുന്നത് ഇത് പൊളിറ്റിക്കലിയാണ് മാറ്റുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യം അദ്ദേഹം ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ കുർത്തയും പൈജാമയും ധരിച്ചുകൊണ്ട് കിടന്നു. അത് അദ്ദേഹം മാറ്റുന്നതിന് എനിക്ക് വിരോധമില്ല. പക്ഷെ 2017 അദ്ദേഹത്തിന്റെ അറ്റയർ എന്തായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. 2017 അറ്റയർ എന്തായിരുന്നു? കുറെ കുറിയും വാരി തേച്ചു, അദ്ദേഹം കുറെ രുദ്രാക്ഷമൊക്കെ വാരിയിട്ട് അദ്ദേഹം ടെമ്പിൾ റൺ നടത്തുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാടും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ അതായിട്ട് മാറി. 2024 ശരി, ഞാൻ ചോദിക്കട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അന്ന് കോൺഗ്രസ് ചോദിച്ച രാഹുൽ ഗാന്ധിക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ല എന്നാണ് ചോദിച്ചത്. ഇന്നെന്താ രാഹുൽ ഗാന്ധി അമ്പലത്തിൽ പോകാത്ത? 2024 എന്താ അതുപോലെ ചെയ്യാത്ത? അപ്പോ അന്ന് അത് ചെയ്തു, അതിനകത്ത് എന്തോ വിജയിക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ വന്നു, അത് പരാജയപ്പെട്ടു. ഉടനെ സ്ട്രാറ്റജി മാറ്റി, ആൾ അറ്റയർ മാറ്റി, ആള് പറയുന്ന വിഷയങ്ങൾ അപ്പാടെ മാറ്റി, ആള് വേറൊരു തലത്തിലേക്ക് പോയി. ഇങ്ങനെ ഒരു ലീഡറെ എങ്ങനെയാണ് ഈ പറയുന്ന പാർട്ടികളാവട്ടെ പൊതുജനമാകട്ടെ വിശ്വാസത്തിലെടുക്കുക എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഈ അറ്റയർ മാറുന്ന അദ്ദേഹം ഇനിയിപ്പോൾ ഡിസൈനേഴ്സ് ചെയ്തു കൊടുക്കട്ടെ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്തു കൊടുക്കട്ടെ, അദ്ദേഹം കോസ്റ്റ്ലിയായ സാധനം വാങ്ങിച്ചിടട്ടെ, അതൊന്നും നമ്മുടെ വിഷയം ആവുന്നില്ല. ഇപ്പൊ നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹം 10 ലക്ഷത്തിന്റെ കോട്ട് ഉപയോഗിച്ചു എന്ന് പറയുന്ന പോലെ തന്നെ തിരിച്ച് BJP പക്ഷത്തുള്ള സൈബർ ഹാൻഡിലുള്ള രാഹുൽ ഗാന്ധിയുടെ വേഷത്തിനെ കുറിച്ചിട്ടും അത് തന്നെ പറയുമായിരിക്കും. രാഷ്ട്രീയ നിലപാട്
നിലപാടുകളിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന്. രണ്ട്, കോൺഗ്രസ് അവതരിപ്പിച്ച് ഞാൻ അതിലേക്കാണ് വന്നത്. കോൺഗ്രസ് അവതരിപ്പിച്ച രണ്ടാമത്തെ നേതാവാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്നത്. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേറൊരു ചർച്ചയിൽ വേറൊരാൾ പറഞ്ഞു, ഞാൻ ആ ചർച്ചയെ വേറൊരു ചാനലായതുകൊണ്ട് ഞാനിലേക്ക് പോകുന്നില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് വരുന്നത് IFFK പോകുന്നതിന് സമാനമായിട്ടുള്ള സീരിയസ്നെസ്സോടുകൂടിയാണ് അവർ സഭയിലേക്ക് കയറി വരുന്നത്. സഖ്യകക്ഷികളിൽ നിന്ന് തന്നെ തീർച്ചയായിട്ടും അവർക്ക് വലിയ രീതിയിലുള്ള പരിഹാസം നേരിട്ടിട്ടുണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടാകാം. ഇന്ന് അതിനെ മാറ്റി പിടിച്ച് വേറൊരു സാധനമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് എന്താണ് നിലപാട്? നോക്കൂ, ഒരു ലീഡർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ദേ ആർ മെൻ ടു ലീഡ്. അവരാണ് ലീഡ് ചെയ്യേണ്ടത്. ഒരു നിലപാട് പറയുന്നു, ഞങ്ങളുടെ നിലപാട് ഇതാണ്, ഞങ്ങൾ ഇതാണ് മുമ്പോട്ട് വെക്കുന്ന ഇന്ത്യൻ പാർലമെന്റിലേക്ക് പലസ്തീന്റെ ഇതും പറഞ്ഞുകൊണ്ട് ഐ സപ്പോർട്ട് പലസ്തീൻ എന്നും പറഞ്ഞൊരു തണ്ണിമത്തന്റെ പണം എത്ര ലാഘവത്തോടു കൂടിയാണ് അവരതിനെ കൈകാര്യം ചെയ്യുന്നത്. അവരത് തെരുവിൽ അവരത് കാണിക്കട്ടെ, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അവരത് പോയി കാണിക്കട്ടെ. ഇത് കനി കുസൃതിക്ക് കോമ്പറ്റീഷൻ കൊടുക്കേണ്ട സ്ഥലമാണോ ഇന്ത്യൻ പാർലമെന്റിൽ? പ്രിയങ്ക ഗാന്ധിയെ പോലെ ഒരാൾ, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ നേതാവായിട്ട് നിലവിൽ അവർ അവതരിപ്പിച്ചിരിക്കുന്ന ഒരാള് കനി കുസൃതിക്ക് കോമ്പറ്റീഷൻ കൊടുക്കേണ്ട ആളാണോ? അല്ലല്ലോ. ഇപ്പോൾ പ്രിയങ്കയുടെ ഇത് വളരെ ഡിറോഗേറ്ററിയായ റിമാർക്കാണ് കേട്ടോ, വളരെ ഡിറോഗേറ്ററിയായ റിമാർക്കാണ് ഇപ്പൊ നടത്തിയത്. അതായത് ഒരാൾ നമ്മുടെ നാട്ടിൽ, അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷമായി, ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണമെന്നും എന്ത് കഴിക്കണമെന്നും പറഞ്ഞ് അതൊരു ഏകാധിപത്യ മനോഭാവത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വിഭാഗത്തെയാണ് ഇന്ത്യ മുന്നണി പരാജയപ്പെടുത്തിയത്. എന്ന് വെച്ചാൽ പരാജയപ്പെടുത്തിയെന്ന് വെച്ചാൽ ഇപ്പൊ കഷ്ടപ്പെട്ടുകൊണ്ട് ഭരിക്കുന്നത്. എന്ത് വസ്ത്രം ധരിക്കണമെന്ന് എന്ത് കഴിക്കണമെന്നൊക്കെ ഒരുപാട് ചർച്ചയായിരുന്നല്ലോ. അതിന്റെ പരിണിത ഫലമാണ് സാറ് തന്നെയാണ് തുടക്കത്തില് നരേന്ദ്രമോദി ഇത്ര രൂപയുടെ വസ്ത്രം ഇട്ടു, നരേന്ദ്രമോദി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് നിങ്ങളാണ് ഇത് തുടങ്ങി വെച്ചത്, ഞങ്ങളല്ല ഇത് തുടങ്ങി വെച്ചത്. നരേന്ദ്രമോദിയുടെ കോട്ട്, നരേന്ദ്രമോദി കഴിക്കുന്ന കൂണ്, അദ്ദേഹം 10 ലക്ഷത്തിന്റെ കോട്ട് ഇട്ടു, ഇതൊക്കെ തുടങ്ങി വെച്ചത് ആരാണ്? രാഹുൽ ഗാന്ധി നേരിട്ട് തുടങ്ങി വെച്ച ക്യാമ്പയിൻ ഇതൊക്കെ. ഞാൻ പെട്ടു യുവരാജ് അല്ലല്ല, അതായത് രാഷ്ട്രീയ വിഷയം ഇല്ലാതാകുമ്പോൾ വ്യക്തിപരമായിട്ട് വസ്ത്രധാരണവും കുറിയേയും കുറിച്ചല്ല പറയേണ്ടത്. അല്ല, അതാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങളാണിത് തുടങ്ങി വെച്ചത്. സ്വാഭാവികമായിട്ട് ഈ ചർച്ചയിൽ നമ്മൾ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്. അതായത് വേഷഭൂഷാദികളുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വിമർശിക്കപ്പെടും. ഞാൻ ചോദിച്ചത് 2017 രാഹുൽ ഗാന്ധിയുടെ അറ്റയർ എന്ന് പറയുന്നത് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം എടുത്ത് അണിഞ്ഞതാണ്. ആ അണിഞ്ഞ അറ്റയർ അദ്ദേഹം 2024 എന്തുകൊണ്ട് അഴിച്ചു വെച്ചു എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. വളരെ ലോജിക്കലാണ് ക്വസ്റ്റ്യൻ. പൊളിറ്റിക്സ് തന്നെയാണ് ചോദിക്കുന്നത്. യുവരാജ് നിങ്ങളുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. അതായത് നമ്മുടെ ഇപ്പോഴും, അതായത് ഈ നാട്ടിൽ ആരെന്ത് വസ്ത്രം ധരിക്കണമെന്ന് എന്ത് കഴിക്കണമെന്നൊക്കെ തീരുമാനിക്കാൻ അവരവർ തീരുമാനിച്ചുള്ളൂ. ഉറപ്പാണോ? കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ഹാൻഡിലെ കങ്കണ റണൌട്ടിനെ പരിഹസിച്ചത് അല്ലല്ല. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ഹാൻഡിലെ പരിഹസിച്ചത് താങ്കൾ പറയുന്നത് അല്ല, ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണെന്നല്ലോ പറഞ്ഞു കഴിഞ്ഞല്ലോ. ശരി, നരേന്ദ്രമോദി കൂട് കഴിക്കുന്നു പറഞ്ഞ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയത്? നരേന്ദ്രമോദി നിങ്ങൾ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കിയത്? കങ്കണ റണൌട്ടിനെ MP സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് അവരുടെ വൾഗറായിട്ടുള്ള ഒരു ചിത്രം എടുത്തിട്ട് കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡില് അവരെ പരിഹസിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയപ്പോ സാറിന് അറിയില്ലായിരുന്നോ ഈ രാജ്യത്ത് എന്ത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണെന്ന്? അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല, അതോ അനാദരം പോലെ മാറ്റാതെ സാറേ. ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ അറ്റയറിനെ കുറിച്ചിട്ട് മാത്രമാണ്. അത് PR ഏജൻസി എഴുതി ഒരു അറ്റയർ മാത്രമാണ്. സ്വന്തമായ ഒരു നിലപാട് പോലും അതിനകത്ത് ഇല്ലാത്ത ഒരാളാണ്. താൻ മുമ്പോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്സിനെ കുറിച്ചിട്ട് അത്ര പോലും ധാരണയില്ലാത്ത ഒരാളാണ്, സ്ഥിരതയില്ലാത്ത ഒരാളാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു വെച്ചുള്ളൂ. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ഈ വേഷങ്ങളിലെ മാറ്റം കാരണം രാഹുൽ ഗാന്ധിയെ വിശ്വസിക്കുവാൻ ഇന്ത്യ പാർട്ടികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇന്ത്യ പാർട്ടികൾക്ക് കഴിയുന്നില്ല രാഹുൽ ഗാന്ധിയുടെ ഈ മാറ്റം അംഗീകരിക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇതൊക്കെയാണത്. ഇല്ല, പറഞ്ഞോളൂ. മറുപടി പറഞ്ഞാൽ ടെമ്പിൾ റൺ BJPയുടെ ഒരു അജണ്ട എന്തായിരുന്നു?
ഇനി വീണ്ടും അധികാരത്തിൽ വന്നാൽ അവർ ഇന്ത്യയെ ഏത് രീതിയിൽ മാറ്റിമറിക്കുന്ന പറഞ്ഞത്. ആ അജണ്ട ഇപ്പൊ നടപ്പാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഏത് രീതിയിൽ മാറ്റിമറിക്കുമെന്ന് ബി ജെ പി പറഞ്ഞു. അങ്ങനെ പോകല്ലേ? ഏത് രീതി മാറ്റിമറിക്കുമെന്ന് ബി ജെ പി പറഞ്ഞു. സാറൊന്ന് പറഞ്ഞേ, ഞാനൊന്ന് കേൾക്കട്ടെ. ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടാവും. നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടാവും. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ റിസൾട്ടാണ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കണ്ടത്. അല്ല, നിങ്ങളുടെ വാക്കുകൾ ഞങ്ങളുടെ വായിലേക്ക് കുത്തിക്കേറ്റരുത്. ഞങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങളുടെ സംവരണം നിർത്തലാക്കുന്നില്ല. യൂത്ത് കോൺഗ്രസ് കൂടെ ചർച്ചയ്ക്ക് ഇരുത്തുന്നതാണ് നല്ലത്. അതായത് എന്റെ ഒരു ചർച്ചയുടെ സ്വഭാവം ഇതനുസരിച്ചല്ല, അതുകൊണ്ട് ഞാൻ ഇതിന് മറുപടി പറയാൻ പറ്റാഞ്ഞിട്ടല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ രാഷ്ട്രീയം ചർച്ച ചെയ്യാറുള്ളൂ. ആ രാഷ്ട്രീയത്തിൽ ഞാൻ പറയുന്നത് ബി ജെ പിയുടെ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ഇങ്ങനെ ദുർബലമായ ഒരു ഭരണത്തലവനായിട്ട് ഭരണ നേതൃത്വമായിട്ട് ഇരിക്കേണ്ടി വന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണി രൂപപ്പെട്ടിട്ട് ആ ഇന്ത്യ മുന്നണിയുടെ ഒരു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ട് ഇപ്പൊ രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ. ആ രാഹുൽ ഗാന്ധി ഏത് വേഷം വേണേ ധരിച്ച് നാട് മുഴുവൻ സഞ്ചരിക്കട്ടെ. അത് ഇവർക്ക് എന്താണ്? രാഹുൽ ഗാന്ധി ഉയർത്തുന്ന രാഷ്ട്രീയ വിഷയങ്ങളാണ് പ്രധാനം. ആ രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഇന്ന് ഇന്ത്യയിലെ ബി ജെ പി ഉയർത്തിക്കൊണ്ടിരുന്ന നെഹ്റു വിരുദ്ധത, നെഹ്റു കുടുംബ വിരുദ്ധത, ഇന്ദിരാഗാന്ധി വിരുദ്ധത. എന്താ കാരണം? ഇവർ ഇന്ദിരാഗാന്ധിയെ ഭയപ്പെടുന്നു. ഇന്ദിരാഗാന്ധിയെ ഞാൻ വളരെ നിസ്സാരമായി കാണരുത്. ഇന്ദിരാഗാന്ധിയാണ് ഇപ്പൊ ഇവരെ ചർച്ചാ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. കാരണം എന്താണ്? ഇന്ദിരാഗാന്ധിയുടെ വിരുദ്ധതയിൽ നിന്ന് രൂപം കൊണ്ടതാണ് ഈ സമാജ്വാദി പാർട്ടി ആണെങ്കിൽ അത് ജനതാ പാർട്ടി ഛിന്ന ഭിന്നമായിട്ടാണ് ഇവരൊക്കെ വന്നത്. അപ്പൊ ആ കക്ഷികളെ ഇന്ദിരാഗാന്ധിയെ വീണ്ടും ഓർമ്മിപ്പിക്കാണ്. അത്രയും രീതിയിലേക്ക് ബി ജെ പി പോവാണ്. അതായത് നിവൃത്തിയില്ല, വേറെ ഒരു അജണ്ടയും അത് കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയല്ലേ ശ്രീ എൻ ശ്രീകുമാർ ശരിക്കും ചെയ്യുന്നത്? ഈ ഭരണഘടനാ ചർച്ചയിൽ അവിടെയാണല്ലോ ഇന്ദിരാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും നരേന്ദ്രമോദി കൊണ്ടുവന്നത്. അതിൽ ശരിക്കും ആ ഭരണഘടനാ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയാണ്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഈ ഭരണഘടനാ ചർച്ചയിൽ അവിടെയാണല്ലോ ഇന്ദിരാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും നരേന്ദ്രമോദി കൊണ്ടുവന്നത്. അതിൽ ശരിക്കും ആ ഭരണഘടനാ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയായിരുന്നുവല്ലോ. ഇന്ത്യ സഖ്യത്തിലെ ഒരു പാർട്ടിക്കും കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ പറ്റിയില്ല. ലോക്സഭയിലേക്ക് വരാമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സ്വന്തം മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ പാടില്ലേ? എന്തൊരു കഷ്ടമാണ്. താങ്കളൊന്ന് ക്ഷമിക്കൂ, താങ്കളൊന്ന് ക്ഷമിക്കുക. ബി ജെ പി എന്തായാലും 5 വർഷം ഭരിക്കും. താങ്കൾ ഭയക്കാതിരിക്കൂ. അതിപ്പോ താങ്കളുടെ ഞങ്ങൾ ഭരിക്കും. അല്ല, താങ്കളൊന്ന് ക്ഷമിക്കും. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതി